ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പനിയാണ്, പക്ഷേ എങ്കിലും കടയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ല, നോമ്പല്ലേ. അപ്പോൾ പോകണം, ആശുപത്രിയിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. തീരെ വയ്യ. ശ്രീലക്ഷ്മിക്ക് പനി ഒന്ന് കുറവുണ്ട് കേട്ടോ. സ്കൂളിലേക്കും പോകാതിരിക്കാൻ നിവർത്തില്ലല്ലോ. പരീക്ഷയാണ്. എന്താണെന്നറിയില്ല, കുറേ ദിവസങ്ങളായിട്ട് ഒരു വയ്യായ നമ്മളെ അവസാനിക്കാനായോ എന്തോന്നറിയില്ല. കണ്ണിൻ്റെ തടമൊക്കെ കണ്ടില്ലേ? കണ്ണിൻ്റെ തടം ഞാൻ കാണിച്ചു തരട്ടോ. കണ്ടോ? കണ്ണിൻ്റെ തടവിടെ ഇങ്ങനെ ചുമന്നിരിക്കുന്നത് കണ്ടോ? എനിക്ക് പനി വന്ന ഈ കണ്ണിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ പനിയാണെന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ജീവിക്കണമെങ്കിൽ പണിക്ക് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ കട്ടൻ ചായ ഇട്ട് കുടിക്കുകയാണ്. അരി കഴുകിയിടണം. അരി കഴുകിയിട്ടിട്ട് വേണം കുളിക്കാൻ പോകാൻ. ചായയൊക്കെ ഉണ്ടാക്കി, ചുക്കുവെള്ളമൊക്കെ ഉണ്ടാക്കി. ശ്രീലക്ഷ്മി ഇതാന്ന് കേട്ടിട്ടില്ല കേട്ടോ. അപ്പം തന്നെ ഭയങ്കര ചൂടാണ്. നമ്മളെ കാണുമ്പോൾ ആർക്കൊരു വയ്യായില്ല. നമ്മളെ ശരീരത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. നമുക്ക് രാവിലെ നീച്ച് നോക്കുമ്പോൾ ശ്വാസം എടുക്കാൻ പോലും പറ്റണില്ല, പൊടി കയറിയിട്ട്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്നലെ വൈകുന്നേരത്ത് വന്നപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എണ്ണക്കടിയൊന്നും അങ്ങോട്ട് കൊണ്ടുവരലില്ല. ഞായറാഴ്ച അമ്മേൻ്റെ അടുത്ത് പോയിരുന്നു. അമ്മ കുറേ കരഞ്ഞ് എന്നെ കണ്ടപ്പോൾ. അമ്മയ്ക്കറിയില്ലല്ലോ ഇപ്പോൾ നമുക്ക് സുഖമില്ലാത്തണ്ടോ ഒക്കെ. കേട്ടപ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്നാൽ അമ്മ ഈ നീട്ട് നടക്കുകയൊക്കെ ചെയ്ത് എവിടെയും വീണ് കടന്ന ഞാൻ രാവിലെ പോയ വൈകുന്നേരത്തെ വരുള്ളൂ. അപ്പോൾ ഇപ്പം നാളിതുപോലെ വീണ് കടന്നിട്ട് ഞാൻ വരുന്നത് വരെ കടന്നു. കാരണം ആളുണ്ടായിട്ട് എന്താ കാര്യം? ആങ്ങളുണ്ട്, ഓന് കട്ടിൻ്റെ ഒരു സൈഡിൽ കിടക്കും. പക്ഷെ ഒരു കാര്യം നോക്കൂല. പാലിയേറ്റീവ് ആൾക്കാർ വന്നാൽ പറയും അവന് ഞാൻ അമ്മേനെ നോക്കാനായിട്ട് ഇരിക്കുകയാണ്, എനിക്ക് പണിക്ക് പോകാൻ കഴിയില്ല. പണിയുള്ള നേരത്തെ ഇവനെ വിളിച്ചാൽ പണിക്ക് പോകില്ല. അപ്പം എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അമ്മേൻ്റെ കട്ടിൻ്റെ ഒരു സൈഡിൽ ഒരു സൈഡിലേക്കും തിരിഞ്ഞ് കിടക്കുക. ആര് വന്നാലും മുണ്ടൂല്ല, പറയൂല, ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ല. എന്താ അപ്പം ഇതിൽ കൂടുതൽ വലിയ പ്രശ്നങ്ങൾ. എന്തായാലും എല്ലാതും വരിക എൻ്റെ വിരടിക്കാണ്. കാരണം എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ചീത്തയും കാര്യങ്ങളും. എൻ്റെ ജീവിതം എന്താണെന്നുള്ളത് ആർക്കും അറിയണ്ട. പക്ഷേ ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു കുട്ടിയാണ് ഈ കിടക്കുന്നത്. ഈ കുട്ടീൻ്റെ ജീവിതം ഇവൻ കാരണം 2 പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. ഇപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് മാഷന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്താ പറയുക, ഇപ്പോൾ ഡെയിലി യൂട്യൂബ് തുറന്നാൽ കേൾക്കുന്നത് അഫാൻ ഒരു കുടുംബത്തിലെ ആൾക്കാരെ എല്ലാം വകവരുത്തിയൊരു കാര്യമാണ്. എൻ്റെ ആങ്ങള കഞ്ചാവും കള്ളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ സ്വത്തിൻ്റെ പേരിൽ ഇതുപോലെ അമ്മേൻ്റെ മാല കൊണ്ടുവച്ച്
പണയപ്പെടുത്തിയതിൻ്റെ പേരിൽ ആരോടും ചോദിക്കാതെ അമ്മ ആശുപത്രി കിടക്കുമ്പോൾ അമ്മയ്ക്ക് സോഡിയം കുറഞ്ഞ് എന്നിട്ട് അമ്മ ആശുപത്രി കിടക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന അമ്മേൻ്റെ പേഴ്സ് നിന്ന് മാല എടുത്ത് കൊണ്ടുപോയി പണയം വെച്ചു. മാല കാണാനില്ലാതെ ഈ അമ്മ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കി എന്നോട് കുട്ടീനോട്. ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി അതിൻ്റെ കണ്ണാർക്കും മറക്കാൻ കഴിയില്ല. ഞാൻ അതുപോലെ മനസ്സ് മുട്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് പണിക്ക് ഇറങ്ങിപ്പോ. പിന്നെ അതിൻ്റെ പേരിൽ അവന് 10,000-70,000 രൂപ കടം വരുത്തി വെച്ചു. എന്ത് ചെയ്ത് ഈ പൈസ എന്ന് ചോദിച്ചാൽ അറിയില്ല. നിരപരാധിയായ ഞങ്ങൾ നേർക്ക് എന്ന് വരെ പുറത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. എനിക്ക് പറയാനുള്ളത് അത് പറഞ്ഞിട്ടില്ലേ ഭയങ്കര പ്രശ്നമായി പോവും. ഞാൻ പണിക്ക് പോകുന്നുണ്ട്. ഞാനതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ജീവിക്കണം. അവൻ ചോദിച്ചപ്പോൾ അവൻ എടുത്തിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് അവൻ കുറേ ബില്ല് കൊണ്ടുവന്ന് കാണിച്ചു. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അപ്പം അമ്മേൻ്റെ പെൻഷൻ പൈസ ഒരു തരിയില്ലാതെ അവൻ അമ്മേനെയും കൂട്ടി, വയ്യാത്ത അമ്മേനെയും കൂട്ടി പോയി എഴുതി ഒപ്പിട്ട് വാങ്ങി അവൻ്റെ കടങ്ങൾ തീർത്തു. ഞങ്ങൾ 1 രൂപ പോലും അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും ഗുളിക വാങ്ങാനും അമ്മേൻ്റെ പെൻഷൻ പൈസ എടുത്തിട്ടില്ല. അതിൻ്റെ പേരിൽ ഇവനൊരു ദിവസം രാവിലെ അമ്മേൻ്റെ മേൽ കൂടെ ഓയിലും എന്തൊക്കെ കോരി ഒഴിച്ച് തീയിട്ട് ഞങ്ങളെ മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന വ്യക്തിയാണ്. ഞാനും എൻ്റെ കുട്ടിയുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും രക്ഷ. കാരണം എനിക്കിപ്പോൾ ഇത് പറയാൻ തോന്നിയതെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ 3-4 ഒരാൾ ഈ കടത്തിൻ്റെ പേരിലും നിൻ്റെ പേരിലും ആക്രമിക്കപ്പെട്ടു. അതുപോലെ ഒരവസ്ഥ ഞങ്ങൾക്ക് വന്ന് ഞങ്ങളതിന് രക്ഷപ്പെട്ട വ്യക്തിയാണ്. എനിക്കും എൻ്റെ കുട്ടിക്കും സ്വന്തമായിട്ടൊരു വീടില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മേൻ്റെ വീട്ടിൽ മിഞ്ഞാന്ന് പോയപ്പോൾ അവിടെ ഉള്ളവരതെല്ലാതും ഞാൻ കേട്ടു. നമ്മളെ പ്രശ്നങ്ങൾ ആർക്കും കേൾക്കണ്ട, അവരതൊക്കെ അവർ പറഞ്ഞു ഞാൻ കേട്ടു. എനിക്ക് ഒത്തിരി വൈക്കെങ്കിൽ എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പോവും. നമ്മളെത്ര ചെയ്താലും അമ്മ ആശുപത്രി കിടക്കുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ സ്കൂള് പോലും കളഞ്ഞ് ഞാൻ ആശുപത്രിയിൽ പോയിന്ന് നോക്കി. 2 പ്രാവശ്യത്തെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. മൂന്നാമത്തെ പരീക്ഷ വരുന്നത് ഇപ്പോഴും ഈ ഒരു പ്രശ്നം തുടരെ നിലനിന്നുകൊണ്ടിരിക്കുക. മാനസികമായിട്ട് തകർന്നു പോണൊരവസ്ഥയാണ്. പണിക്ക് പോയാൽ പോലും നമ്മളെ മൈൻഡൊരു ശരിയില്ലാത്തൊരവസ്ഥയാണ്. എല്ലാവരും വിളിച്ച് എന്നോടാണ് എല്ലാം പറയുക. എനിക്കത് കേൾക്കാനുള്ളൊരു ശക്തി എന്താ പറയുക മരവിച്ച് ഞാൻ കുറേ ദിവസമായി ഒരു ടെൻഷൻ കൊണ്ട് നടക്കും. ഇപ്പോഴെങ്കിലും നിങ്ങൾ അവിടെയൊക്കെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല.